ഒളിമ്പ്യൻ PR ശ്രീജേഷ് അല്ലേ, അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ ശ്രീജേഷിനോടുള്ള ചില ആരാധനാ സ്നേഹമൊക്കെ പല രീതിയിൽ ആരാധകർ പ്രകടിപ്പിക്കുകയാണ്. പേര് ശ്രീജേഷ് ആണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഹെയർ കട്ട് ഫ്രീ ആയി ചെയ്തു കൊടുക്കുകയാണ് ശ്രീരാജ് എന്ന ശ്രീജേഷിൻ്റെ ഒരു കട്ട് ഓഫ് ഫാൻ. പെരുമ്പാവൂരിലാണ്. KL40 എന്നാണ് ഈ സലൂണിൻ്റെയൊക്കെ പേര്. എന്താണ് ഈ ആരാധകന് പറയാനുള്ളത് ആദ്യം കേൾക്കാം. ചേട്ടാ ഒന്ന് മുടി വെട്ടണമായിരുന്നു. എത്ര ചേട്ടാ? 100 രൂപ. ചേഞ്ച് ഉണ്ടോ? അയ്യോ ചേഞ്ച് ഇല്ലല്ലോ. അത് മാറിയിട്ട് തന്നാലും മതിയോ? അല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല. എൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശ്രീജേഷ്. ശ്രീജേഷന്മാർക്ക് എൻ്റെ കടയിൽ മുടിയോട്ട് ഫ്രീ ആണ്. അതെന്താണ്? അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് സ്പോർട്സ് ചെയ്യായിരുന്നു. പക്ഷേ സ്കൂളിൽ നിന്നൊന്നും നമ്മളെ കൊണ്ടുപോകില്ലായിരുന്നു. പിന്നെ നമുക്ക് ആകെക്കൂടി സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ കേരളോത്സവമാണ്. അത് 35 വയസ്സ് വരെ പോയി, സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. 2020 ശ്രീജേഷ് ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയപ്പോൾ ഞാൻ എൻ്റെ ഈ കടയിൽ വെച്ചിട്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ ശ്രീജേഷന്മാർക്കും ഞാൻ ഫ്രീ ആയിട്ട് മുടി വെട്ടിപ്പോയി. ശ്രീജേഷിനോടുള്ള ഒരു ആദരവ് പ്രമാണിച്ച് 16 ദിവസം ഈ പ്രാവശ്യം ഹെയർ കട്ട് അത് കേരളത്തിലുള്ള എല്ലാ ശ്രീജേഷന്മാർക്കും ഫ്രീ ആയിട്ട് വെക്കണമെന്ന് തോന്നി. അത് 16 ദിവസം ഞാൻ നിശ്ചയിച്ചത് ശ്രീജേഷിൻ്റെ ഔദ്യോഗിക ജേഴ്സി നമ്പർ 16 ആണ്. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചത്. രാഗിനുണ്ട് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. രാഗിനെ നമ്മൾ യാദൃശ്യമായിട്ടാണല്ലേ ഈ ഒരു ശ്രീരാജിൻ്റെ ഒരു ശ്രീജേഷിനോടുള്ള ആരാധന നമ്മൾ പറയാൻ ഇടയാക്കിയത്. പക്ഷെ ഒരു ഭാഗത്ത് ഒരു ആരാധകൻ്റെ സ്നേഹം കാണുമ്പോൾ മറുഭാഗത്ത് നാളെ ശ്രീജേഷിനൊരു സ്വീകരണമൊക്കെ ഒരുക്കാൻ നമ്മുടെ കേരള സർക്കാർ പ്ലാൻ ചെയ്തിട്ട് വകുപ്പുകൾ തമ്മിലുള്ള അടി കാരണം അതിന് പോലും അങ്ങനെ ഒരു സ്വീകരണം നൽകാൻ പോലും കഴിയുന്നില്ല എന്ന ഏറ്റവും സങ്കടകരമായ കാര്യമുണ്ട്. ഇത്രയും അഭിമാനാർഹമായ നേട്ടമുണ്ടാക്കിയ ഒരു താരത്തോട് ഒരു സംസ്ഥാനം കാണിക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോകും. അപ്പോഴാണ് ശ്രീരാജിനെ പോലുള്ള ആരാധകർ തങ്ങളുടെ സ്നേഹം ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്നത്. അല്ലേ രാജൻ? അതെ, ഈ സ്റ്റോറി എന്ന് പറയുന്നത് കൊച്ചിയിലെ ക്യാമറമാൻ സുജോയ് എഡ്വേർഡ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടൊരു വിഷ്വൽ സ്റ്റോറിയാണ്. അതിൽ ആ ആരാധകൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്തു. അങ്ങനെയാണ്, കാരണം ഈ ശ്രീജേഷിലൂടെ ഹോക്കി വലിയ പ്രചാരണം നേടിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. മാത്രമല്ല ശ്രീജേഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കിയിലേക്ക് മലയാളം നൽകിയ സംഭാവനയാണ്. ശ്രീജേഷിൻ്റെ സ്വീകരണ ചടങ്ങിലൊക്കെ ഒരുപാട് കുട്ടികൾ ഹോക്കി സ്റ്റിക്കുമായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതൊക്കെ കണ്ടിരുന്നു. അങ്ങനെ താഴെത്തട്ടിൽ നമ്മുടെ നാട്ടിൽ ഈ ഹോക്കിക്ക് വലിയ പ്രചാരം ഈ ശ്രീജേഷ് വഴിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫീലിലാണ് നാട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അധികാരത്തിലിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനങ്ങളുടെ ഇത്തരത്തിലുള്ള ചേരിപ്പോര്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒളിമ്പിക്സിനേക്കാൾ വലിയ കളികളാണ് ഈ ഒരു വിഷയത്തിൽ മന്ത്രിമാർ കളിച്ചത്. കായിക മന്ത്രിയും അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഇത് സംബന്ധിച്ചുള്ള തർക്കത്തിലേക്ക് പോയത്, ഈ സ്വീകരണ ചടങ്ങ് മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയതെന്ന് തോന്നുന്നു. വളരെ സങ്കടകരമാണ് കാര്യങ്ങൾ. കാരണം ഈ ശ്രീജേഷിന് വലിയ രീതിയിൽ നാട് സ്വീകരണം ഒരുക്കുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് ഉചിതമായൊരു സ്വീകരണം കൊടുത്ത് ഒരു മുഴുവൻ ആദരം കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് പോകേണ്ടതിന് പകരം അവിടെ ഒരു സ്വീകരണ ചടങ്ങ് മാറ്റിവെക്കപ്പെടേണ്ടി വരുന്നു. അത് സാങ്കേതിക കാരണങ്ങളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള തർക്കത്തെ തുടർന്നാണ് മാറ്റിവെക്കുന്നത്. ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇത് എല്ലാവരും കൂടി ചേർന്ന് ആ തരത്തിൽ കൈകാര്യം ചെയ്യേണ്ടതല്ലേ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. അപ്പോൾ ഇവിടെ ഇവരൊക്കെ താഴെത്തട്ടിൽ ഈ കുട്ടികളാണെങ്കിലും അതോടൊപ്പം തന്നെ ഇദ്ദേഹം എന്ന് പറയുന്ന ശ്രീരാജ് എന്ന് പറയുന്നത് ഒരു ആരാധകനാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നു. ഈ അണ്ണാൻ കുഞ്ഞും തല്ലാനായത് എന്ന് പറയുന്നത് പോലെ. മാത്രമല്ല അത്രത്തോളം സ്നേഹം അദ്ദേഹത്തിന് ശ്രീജേഷിനോടും ഹോക്കിയോടും ഒക്കെയുണ്ട്. 16 ദിവസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജേഴ്സിയെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ആ 16 ദിവസമൊക്കെ നിശ്ചയിച്ചത്. അങ്ങനെയൊക്കെ തന്നെ ആ ഒരു അന്തസ് അല്ലെങ്കിൽ ആ ഒരു അന്തസ്സത്ത് ഉൾക്കൊണ്ട് ഓരോരുത്തരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടവർ നമുക്ക് തരുന്നത് നിരാശയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്തായാലും ശ്രീജേഷിന് അർഹമായിട്ടുള്ള ആ ഒരു ആദരം എല്ലാ തരത്തിലും ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിനിയും ആത്മപരിശോധന നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ മാറ്റിവെക്കപ്പെടേണ്ടതിന് പകരം എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ തർക്കത്തിലേക്ക് വഴിമാറുകയല്ല അതിൽ വേണ്ടത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശരിയാണ് രാഗൻ, അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ദേശീയതലത്തിൽ വലിയ സ്വീകരണവും ഒക്കെ ഏറ്റുവാങ്ങി പ്രധാനമന്ത്രിയുടെ വിരുന്നുമൊക്കെ ആസ്വദിച്ചും കുടുംബസമേതമൊക്കെ അദ്ദേഹത്തെ കണ്ടുമൊക്കെയാണ് ശ്രീജേഷ് മടങ്ങി വന്നത്. നമ്മുടെ സംസ്ഥാനവും ഉചിതമായ സ്വീകരണം നൽകണം. ശ്രീരാജിനെ പോലുള്ള ആരാധകർ നമ്മളെ പലതും പഠിപ്പിച്ചു തരുന്നുണ്ട്. ശരി.